കുറച്ച് ദിവസം മുൻപ് തന്നെ അഹാനയും തൻവിയും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കിയത് ഇവർ തമ്മിലുള്ള ഇൻസ്റ്റഗ്രാമിലെ ഫോളോയിങ് അൺഫോളോയിങ് തന്നെയാണ്. സിന്ധു കൃഷ്ണ, ഹൻസിക കൃഷ്ണ, ഇഷാനി കൃഷ്ണ, അഹാന കൃഷ്ണ ഇവർ 4 പേരും തൻവിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അൺഫോളോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അപ്പോൾ ആകെ ഫോളോ ചെയ്തിരുന്നത് ദിയയും അശ്വിനും മാത്രമാണ്. അങ്ങനെ തൻവി അവരെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അവർ മാത്രമാണ് എനിക്ക് അന്നും ഉണ്ടായിരുന്നത്. എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വന്നതും അന്ന് എന്നെ ലിയാനെ കാണാനും സംസാരിക്കാനും വന്നത് അവർ 2 പേരും മാത്രമാണ്. ആ വീട്ടിൽ ഇത്രയും ആളുകളുണ്ടായിട്ടും ദിയ മാത്രമാണ് അശ്വിനെയും കൂട്ടി വന്നത്. അവർ പണ്ടേ എന്നോട് അങ്ങനെ തന്നെയാണ്. അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ഞാൻ പറയാം. പക്ഷേ പലരും ഇതിനിടയിൽ ഇപ്പോൾ അഹാനയുടെ പ്രശ്നം കാരണം ദിയയും അശ്വിനും കൂടി തൻവിയെ അൺഫോളോ ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് അഹാനയുടെ പ്രശ്നമല്ല, മറിച്ച് തൻവി കുറ്റം പറഞ്ഞതും തൻവി അവിടെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതും ദിയയുടെ അമ്മയെ കൂടിയാണ്. അതും വലിയൊരു ഘടനയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ദിയയ്ക്ക് അത് വിഷമത്തിലേക്ക് നീങ്ങിയത്. ദിയയുടെ ചിന്നമ്മയുടെ മകളാണ്. ചിന്നമ്മയും വളരെയധികം ഇഷ്ടമാണ് ദിയയ്ക്ക്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇവരുടെ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ദിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർക്ക് അത് വളരെയധികം സമാധാനവും സ്നേഹവുമായി മാറുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹവും ഉണ്ടെന്ന് മനസ്സിലാകുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നു. ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്നതാണ് പ്രേക്ഷകർ തന്നെ കാണുന്നത്. അത്രമാത്രം സ്നേഹവും കാര്യവും ഈ കുടുംബത്തിനോട് അവർ കൽപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നു എന്ന് കൂട്ടിച്ചേർക്കാം. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ നന്നായി അറിയാൻ സാധിക്കുന്നതും ഇതിലൂടെ തന്നെയാണ്. ആരുടെ പക്ഷമാണ് പ്രേക്ഷകർ എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഭൂരിഭാഗം പേരും തൻവിയുടെ പക്ഷമാണ്. പൊതുവേ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നേടുന്ന ഒരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് പിന്തുണയുമായി ആരും എത്തുമെന്ന് അധികാർക്കും പ്രതീക്ഷയുമില്ല. ആ സത്യം തന്നെയാണ്. ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും വാർത്തയായി വന്നാൽ പൊതുവെ അത് വൈറലാവാറാണ് പതിവ്. അക്കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ തൻവിയുടെ പിന്നാലെയാണ് ആളുകൾ. ഓരോ തവണയും ആരാധകർ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലാകുന്നുമുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വർദ്ധിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് നന്നായി അറിയുന്ന ആളുകൾ തന്നെയാണിവർ. അതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ മാറുന്നത്. തൻവിയോടും പ്രേക്ഷകർ അത് കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും അത് കാണിക്കുന്നുണ്ട്. ആരാധകരും വളരെയധികം നന്നായി അത് കാണിക്കുന്നുണ്ട്. ആരാധകരുടെ പ്രീതി മനസ്സിലാകുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമായി ഇത് മാറുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.